മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ നേപ്പാളിലെ സഖ്യകക്ഷി സർക്കാർ വീണിട്ടും അവസാനിക്കാതെ പ്രക്ഷോഭം. ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇതിനോട് ഇതുവരെ പ്രക്ഷോഭകാരികൾ ആരും പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി KP അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നമ്മൾ കണ്ടതാണ്, സമാനതകളില്ലാത്ത രീതിയിൽ കലുഷിതമായ നേപ്പാൾ പ്രക്ഷോഭം, അതിനൊടുവിൽ താഴെ വീണ സർക്കാർ. ഇപ്പോഴും പക്ഷേ അവിടെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് മിഥുൻ നൽകിയ വാർത്ത എന്നത് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തെ തുടർന്ന് ഇരു രാഷ്ട്രത്തലവന്മാരുടെയും പ്രതികരണം, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇതിന്മേലുള്ള നിലപാട്, ഇത്തരം സാഹചര്യങ്ങൾ ആയിരുന്നു എങ്കിൽ നേപ്പാളിലേത് മറ്റൊരു പ്രത്യേകതരമായ സാഹചര്യമാണ്. ഒന്ന്, ആ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത്. അതുമാത്രവുമല്ല, ഇത്തരം പ്രതിഷേധങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ആരോട് എന്ത് സംസാരിക്കണം എന്നതിൽ പോലും അവ്യക്തത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതാണ് യഥാർത്ഥത്തിൽ നേപ്പാൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധി എന്നത്. ഈ പ്രതിഷേധത്തെ, അതായത് ജൻസി പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കൃത്യമായ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതൊരു ആൾക്കൂട്ട പ്രതിഷേധമായി മാറുകയും അങ്ങനെ ആൾക്കൂട്ടങ്ങൾ അവർക്ക് അനുസരിച്ച് അവരുടെ താല്പര്യാർത്ഥമുള്ള പ്രതിഷേധ സ്വഭാവമായി മുന്നോട്ട് പോവുകയും ഒക്കെയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ പ്രതിഷേധം എന്നത് എല്ലാ അർത്ഥത്തിലും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഏതൊരു രാജ്യത്തും ഒരു പ്രതിഷേധം ആരംഭിക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് ഒരു സ്വഭാവം ഉണ്ടാവും, അവർക്ക് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടാകും. ഇത് നമുക്കറിയാമല്ലോ ആര്യ. അതായത് നേപ്പാളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ആരംഭിച്ചത് നേപ്പാളിലെ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്നാണ്. ആ വിലക്കിന്റെ പശ്ചാത്തലം എന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് കീഴിൽ വരുന്ന ഒരു കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ആപ്പുകൾക്കോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾക്കോ ഒക്കെ പ്രവർത്തിക്കാം. അതിന് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ നേപ്പാൾ എന്ന രാജ്യത്തിൻ്റെ ആ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, തെറ്റായ ഇൻഫർമേഷനുകൾ എന്നിവ വ്യാപകമായി പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ടായത്. ഇതിനെ തുടർന്നാണ് സർക്കാർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചത്. ആ നിരോധനത്തിന് എതിരെ ആയിരുന്നു ജൻസി പ്രക്ഷോഭം എന്ന നിലയിൽ യുവാക്കൾ രംഗത്ത് വന്നത്. സ്വാഭാവികമായും അവിടെ നമുക്കറിയാം ആര്യ, അതായിരുന്നു അവരുടെ പ്രതിഷേധത്തിന് കാരണമെങ്കിൽ ആ വിലക്ക് പിൻവലിച്ച ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അതുമാത്രവുമല്ല, ഈ നേപ്പാളിലെ പ്രതിഷേധങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ച അതേ ഘട്ടത്തിൽ ഏതാണ്ട് 19 പ്രക്ഷോഭകാരികൾ ആണ് കൊല്ലപ്പെട്ടത്, 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചത്. അതിന് തൊട്ടു പിന്നാലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഈ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ആ പ്രതിഷേധം അടങ്ങിയില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാത്രമല്ല, പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നു. മുൻ മന്ത്രിമാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ കത്തിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഭരണസിരാ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുകയും അവിടേക്ക് പ്രക്ഷോഭകാരികൾ ഇരച്ചെത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് ഇപ്പോൾ സൈന്യം സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണമെന്ന് പ്രക്ഷോഭകാരികളോട് ആവശ്യപ്പെടുമ്പോൾ പോലും അതിൽ ആണ് ഈ വിഷയത്തിൽ ഈ പ്രക്ഷോഭകാരികളെ അനുനയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്നതിനെ കണ്ടെത്താൻ സൈന്യത്തിനും പറ്റുന്നില്ല എന്നത് മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ഈ ആൾക്കൂട്ടങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യങ്ങളാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇതേ വർഷം അതായത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നേപ്പാളിൽ വലിയ ഒരു പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ആ പ്രതിഷേധത്തിലും 2 പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങേയറ്റം വിചിത്രമായ ഒരു പ്രതിഷേധമാണ് അവിടെ നടന്നത്. നമുക്കറിയാം, നേപ്പാൾ ഒരു രാജഭരണം തുടർന്നിരുന്ന രാജ്യമാണ്. ഇപ്പോൾ ഈ രാജഭരണം മാറി അതൊരു റിപ്പബ്ലിക്കായിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ ആ രാജഭരണത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു വിഭാഗം ആളുകൾ അന്ന് തെരുവിലിറങ്ങുകയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ നേപ്പാൾ വളരെ വിചിത്രമായ പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുള്ള രാജ്യമാണ്.
ഹിന്ദു രാഷ്ട്രത്തിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടന്നിട്ടുള്ള പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരിലെ ഒരു നേതൃത്വത്തെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് ഇവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകുകയോ ആ നിർദ്ദേശം അനുസരിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധക്കാരെ എത്തിക്കാൻ പോലും സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നതാണ് നേപ്പാളിന്റെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഒരു ഇടക്കാല സർക്കാർ, അവിടുത്തെ പൊതു സ്വീകാര്യരായ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വം താൽക്കാലികമായെങ്കിലും അധികാരത്തിലേക്ക് എത്തുവാനും ഒക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിൽ തന്നെ ചില പേരുകൾ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. കാഠ്മണ്ഡുവിന്റെ മുൻ മേയർ ആയിട്ടുള്ള പുഷ്പദഹൻ പ്രചരണ, അതോടൊപ്പം തന്നെ ഷേർ ബഹാദൂർ ദ്യൂബ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആണ് പറയുന്നത്. ഇവർ ആയിരുന്നു പലപ്പോഴും ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ തോതിൽ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. ചില അഴിമതിയുമായി ബന്ധപ്പെട്ട, അതായത് രാജ്യത്ത് വ്യാപകമായ അഴിമതിയാണ് ഈ ഭരണകൂടത്തിന്റെ കീഴിലുള്ളത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡോക്യുമെന്റുകൾ അടക്കം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുകയും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത പേരുകൾ ആണ് ഇവരുടേത്. ഇങ്ങനെയുള്ള നേതാക്കളുമായി അടക്കം ആണ് ഇപ്പോൾ സൈന്യം ചർച്ച നടത്തുന്നത്. എന്തായാലും ജൻസികളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്നത് ഈ 2008 ശേഷം നേപ്പാളിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഏതാനും ചില ആളുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ആ പേരുകളിൽ ഒരാളാണ്. ഒപ്പം പുഷ്പദൻ പ്രചരണ പോലെയുള്ള പേരുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷേർ ബഹാദൂർ ദ്യൂബ പോലെയുള്ള പേരുകൾ. ഇങ്ങനെ ഈ ഭരണം ചില ആളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. ഇവർ മാറി മാറി അധികാരത്തിൽ വരുന്നു. അങ്ങനെ അധികാരത്തിൽ വന്നുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ അടക്കം വലിയ തോതിൽ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ അടക്കം ഈ നേതാക്കളുമായുള്ള ചർച്ചകൾ എത്രത്തോളം വിജയകരമാകും എന്നതാണ് KP ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ പോലും കാലയളവ് പൂർത്തിയാക്കിയല്ല പടിയിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നേപ്പാളിനെ സംബന്ധിച്ച് അവിടെ സ്ഥിരമായ ഒരു കാര്യമാണ്. ഏത് മന്ത്രിസഭ അധികാരത്തിൽ വന്നാലും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും കാരണം താഴെ വീഴുന്ന സാഹചര്യങ്ങൾ നമ്മൾ 2008 ശേഷം ഇങ്ങോട്ട് എപ്പോഴും കണ്ടിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ഈ ശർമ്മ ഒലിയുടെ മന്ത്രിസഭ കൂടി താഴെ വീണ സാഹചര്യം. ഇനി ഒരു താൽക്കാലിക മന്ത്രിസഭ അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള ആലോചനകൾ നടക്കുമ്പോൾ ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നേതാക്കന്മാരോട് ഈ ജൻസി വിഭാഗത്തിലുള്ള അനുഭാവം ഏത് തരത്തിലാണ്? അവർക്ക് അനുകൂലമായ ഒരു സമീപനമാണോ ഈ നേതാക്കന്മാരോടുള്ളത്? ആര്യ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അങ്ങേയറ്റം വിചിത്രമാകുന്ന ഒരു സാഹചര്യം. അതായത് സാധാരണ നിലയിൽ നമുക്കറിയാം, ഒരു രാജ്യത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ സർക്കാർ സൈന്യത്തിനും പോലീസ് സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകുകയും അതിനനുസരിച്ച് പോലീസും സൈന്യവും ഒക്കെ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഒപ്പം അവർ ആശയവിനിമയം നടത്തി പ്രക്ഷോഭത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പൊതുരീതി. പക്ഷേ നേപ്പാളിൽ ഇപ്പോൾ അങ്ങേയറ്റം വിചിത്രമായി നടക്കുന്ന സാഹചര്യം എന്നത് അവിടെ ഒരു സർക്കാർ സംവിധാനം ഇപ്പോഴില്ല. അതായത് സൈന്യത്തിനോ പോലീസിനോ കൃത്യമായ നിർദ്ദേശം നൽകുന്നതിന് ഒരു സർക്കാർ സംവിധാനമില്ല. അപ്പോൾ സ്വാഭാവികമായും സൈന്യവും പോലീസുമാണ് പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അവരാണ് ആശയവിനിമയം നടത്തേണ്ടത്. പക്ഷേ സൈന്യം ആരോട് ആശയവിനിമയം നടത്തും എന്നതിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം തുടരുന്നത്. ഈ ജൻസി എന്നത് നമുക്കറിയാം, സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല പ്രതിഷേധങ്ങൾ അരങ്ങേറാറുണ്ട്. അതൊക്കെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ഒക്കെ നേതൃത്വത്തിലാണ്. പക്ഷേ ഈ ജൻസി പ്രക്ഷോഭം അങ്ങനെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലോ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലോ ഒന്നുമല്ല. കുറേ അധികം ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരിൽ ഈ ആൾക്കൂട്ടത്തിന് തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങളുമാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിൽ വലിയൊരു ശതമാനം ആളുകൾ കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെയാണ്. അവരുമായി ഒരു തരത്തിലുമുള്ള ആശയവിനിമയം പോലും നടത്താൻ സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ ആക്രമണം നടത്തുന്നു, സൈന്യവുമായി ഏറ്റുമുട്ടുന്നു, കല്ലെറിയുന്നു, തീ വെക്കുന്നു. ഇങ്ങനെയുള്ളവരെ അനുനയിപ്പിക്കുക, അവരുമായി ആശയവിനിമയം നടത്തുക എന്നത് സൈന്യത്തിന് സാധ്യമാകാത്ത ഒന്നായി ഇപ്പോൾ മാറുന്നു. റബ്ബർ ബുള്ളറ്റുകൾ
ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ തുരത്തുന്നത്. അതിനപ്പുറത്തൊരു വ്യാപകമായ വെടിവെപ്പിലേക്കോ ഒന്നും കടക്കാൻ സൈന്യത്തിനും സാധിക്കില്ല. കാരണം രാജ്യത്തെ പൗരന്മാരെയാണ്, അതിൽ തന്നെ യുവാക്കളെയാണ്, പലരും പ്രായപൂർത്തിയാകാത്തവർ പോലുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നേരെ ഒരു സൈനിക നടപടി എന്നത് സൈന്യത്തിന് സാധ്യമല്ല. മറിച്ച് ഇവരെ സംസാരിച്ച് അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. അങ്ങനെ അനുനയിപ്പിക്കുമ്പോൾ പോലും ഈ പ്രതിഷേധക്കാരിൽ വലിയൊരു വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആരും ഇനി തുടരാൻ പാടില്ല എന്ന് തന്നെയാണ്. അവർ ചില പേരുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ടത് ബലേന്ദ്ര ഷായുടെയും റാബി ലാമിച്ച് ഉൾപ്പെടെയുള്ളവരുടെയും പേരുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയകൾ വിലക്കിയത് വലിയ തോതിൽ ചർച്ചയാവുന്നത് അവിടെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും സർക്കാരിനെ എതിർത്തുകൊണ്ടുമൊക്കെയുള്ള സംസാരിക്കുന്ന നിരവധിയായ ഇൻഫ്ലുവൻസർമാർ നേപ്പാളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ ഇൻഫ്ലുവൻസർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ആണ് ഈ ബലേന്ദ്ര ഷായുടെയും റാബി ലാമിച്ചിൻ്റെയും. അവർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഈ പ്രതിഷേധത്തിൽ നിർണായകമായിട്ടുണ്ട് എന്നാണ് സൈന്യം വിലയിരുത്തുന്നത്. ഒരുപക്ഷെ സൈന്യം ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരുമായി കൂടുതൽ ആശയവിനിമയം നടത്തേണ്ട ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നേപ്പാളിൽ ഉള്ളത്. അങ്ങനെ മാത്രമേ ഈ ജൻസിയിലേക്ക് കൂടുതൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ജൻസി വിഭാഗത്തിൽപ്പെട്ടവർ പല രാഷ്ട്രീയ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും അങ്ങനെയുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെയാണ് പരസ്പരം എതിർക്കുകയും പോരടിക്കുകയും പ്രതിഷേധവുമായി എത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയ ബോധം കുറവാണ് എന്ന ഒരു വിലയിരുത്തൽ നേപ്പാളിലെ സൈന്യത്തിന് ഈ ജൻസികളെ കുറിച്ചുണ്ട്. അവർ ചില ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അവർക്ക് തൊഴിലവസരങ്ങളില്ല എന്ന് പറയുമ്പോൾ നേപ്പാളിലെ തൊഴിൽ മേഖല പരിശോധിച്ചാൽ ഏതാണ്ട് 80% സാധാരണ തൊഴിലാളികൾ മാത്രമാണ്. അതായത് മികച്ച സേവനം ലഭിക്കാത്ത ഉന്നതമായ ജോലികൾ ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ ശതമാനം യുവാക്കൾ നേപ്പാളിൽ ഉണ്ട്. അവരാണ് ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ ഉള്ളത്. വലിയ ശതമാനം നേപ്പാളികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയമാകട്ടെ ഈ ഭരണകൂടത്തിന്റെ വാദങ്ങൾ, അതായത് ലോകബാങ്കിന്റെ കണക്കൊക്കെ അനുസരിച്ച് നേപ്പാളിന്റെ GDP എന്നത് മെച്ചപ്പെട്ടതാണ്. 2025 തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 4.9% GDP ഉണ്ട് നേപ്പാളിന് എന്നാണ് ലോകബാങ്ക് കണക്കുകൾ. അത് 4.3 എന്ന നിലയിലേക്ക് നേരിയ താഴ്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭരണകൂടം പറയുന്നത് ഈ പ്രതിഷേധം രാഷ്ട്രീയ ബോധമില്ലാത്ത പ്രതിഷേധമാണ്. അവരുടെ ആവശ്യങ്ങൾ, അതായത് ജൻസിയുടെ ആവശ്യങ്ങൾ എന്നത് മാന്യമായ ആവശ്യങ്ങളല്ല. അവർ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെയാണ് പോകുന്നത്. രാജ്യസുരക്ഷയെക്കുറിച്ച് അവർക്ക് ബോധമില്ല. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എന്തിന് നിയന്ത്രിക്കേണ്ടി വരുന്നു? അവർ വലിയ തോതിൽ നേപ്പാളിന്റെ സ്വത്ത് കൊള്ളയടിക്കുകയാണ്. അതിലൊരു വിഹിതം നേപ്പാളിന് ലഭിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ ജൻസികൾ തയ്യാറല്ല. അവർ പറയുന്നത് അങ്ങേയറ്റം അഴിമതി നിറഞ്ഞിട്ടുള്ള ഭരണകൂടമാണ് ഈ രാജഭരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സാധാരണക്കാരായ ആളുകൾക്ക്, യുവാക്കൾ ആയിട്ടുള്ള ആളുകൾക്ക്, വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന, മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ലഭിക്കുന്ന അങ്ങനെ ജീവിത സാഹചര്യം ഉയരേണ്ടതുണ്ട്. അതിനു വേണ്ട അടിസ്ഥാന പശ്ചാത്തലം നേപ്പാളിൽ ഒരുക്കണം എന്നാണ് ജൻസി വിഭാഗത്തിലെ വലിയൊരു ശതമാനവും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് കൃത്യമായ ഒരു ലീഡർഷിപ്പോ ഒരു നേതൃത്വമോ ഇത് അധികാരികളെ ധരിപ്പിക്കാൻ ഇപ്പോൾ കൃത്യമായില്ല. ഇപ്പോൾ നിയന്ത്രണം നടത്തുന്ന സൈന്യത്തിനാകട്ടെ തിരിച്ച് ആശയവിനിമയം നടത്തുവാനും കൃത്യമായൊരു പാത്ത്, കൃത്യമായൊരു വഴി, കൃത്യമായ ഒരു നേതാവില്ല എന്നതും സൈന്യത്തെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്തായാലും നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ നേപ്പാളിൽ സാഹചര്യങ്ങൾ കലുഷിതമായി തന്നെ തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം.